സുഗമാദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഭർത്താവിനെയും മറ്റൊരു പെൺകുട്ടിയെയും ദൂരെയുള്ളൊരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നത് കയ്യോടെ കണ്ടുപിടിക്കുന്ന ദേവികയാണെങ്കിൽ ആ തീരുമാനം എടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഏതൊരു പെൺകുട്ടി എടുക്കുന്ന തീരുമാനം തന്നെ ബന്ധം ഉപേക്ഷിക്കാം, വഴക്കും ബഹളവും ഒന്നും വേണ്ട, സമാധാനപരമായിട്ട് മറ്റാരും അറിയാതെ പത്രമാധ്യമങ്ങളും നാട്ടുകാരും ഒന്നും വലിയ ചർച്ചയാകാത്ത രൂപത്തിൽ നോർമലി ബന്ധം ഒഴിയാം. ജോയിൻ്റ് ഡിവോഴ്സിനാണ് തനിക്ക് താല്പര്യം. അതാകുമ്പം കൂടുതൽ കാലം കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള വക്കീലിനെയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം, നന്ദൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് ദേവികയാണെങ്കിൽ പെട്ടിയും സാധനങ്ങളും എടുത്ത് പോകുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ നന്ദനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ പ്രഭാവതിയും ദേവികയും സങ്കടപ്പെട്ടതിൻ്റെ ആഴം എന്താണെന്ന് ഇപ്പോൾ ശരിക്കും നന്ദന് മനസ്സിലാകുന്നു. പ്രഭാവതിയെ പോലും എതിർക്കാനും ധിക്കരിക്കാനും തുടങ്ങിയിരുന്നു നന്ദൻ്റെ പെരുമാറ്റം. വീട്ടിലെത്തിയ ദേവിക നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഈ സ്ഥാനത്ത് മറ്റേത് പെൺകുട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് തൻ്റെ മകളും എടുത്തിരിക്കുന്നതെന്നുള്ള കാര്യം രാധികയ്ക്കും മാധവനും ശാരികയ്ക്കും ഒക്കെ മനസ്സിലാകുന്നു. മറ്റൊരു പെൺകുട്ടിയുമായി ഒരു ഹോട്ടലിൽ ഭാര്യ പോലും അറിയാതെ എവിടെ പോയെന്ന് പറയാതെ സ്വിച്ച് ഓഫ് ചെയ്ത് പോയ നന്ദനെ ഗിരീഷും ദേവികയും മറ്റാരും പറഞ്ഞിട്ടല്ല, നേരിട്ട് കണ്ടാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കാര്യത്തിൻ്റെ വ്യാപ്തിയും അതുപോലെ കുറേ നാളുകൊണ്ടുള്ള നന്ദൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമൊക്കെ മനസ്സിലാക്കി. ദേവികയുടെ ഈ തീരുമാനത്തിനൊപ്പം കട്ട സപ്പോർട്ടായിട്ട് ശാരികയും കുടുംബവും നിൽക്കുന്നുണ്ട്. ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ധൈര്യവും പ്രചോദനവും ഒക്കെയാണ് സ്വന്തം കുടുംബം പെൺകുട്ടി എടുത്ത തീരുമാനത്തിന് ഒരു വാക്കുകൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നത്. കാരണം തെറ്റ് നന്ദൻ്റെ ഭാഗത്ത് മാത്രമാണല്ലോ. ദേവികയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, ഭർത്താവിനെ അന്ധമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ദേവികയാണ് കെ നായരുടെ പ്ലാന്റ് നന്ദുവിൻ്റെ നിർബന്ധപ്രകാരം ഒപ്പിട്ട് കൊടുത്തത്. അങ്ങനെ ചെയ്ത ദേവികയ്ക്ക് അതിനപ്പുറം വിഷമമാണ് തൊട്ട് പിന്നാലെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരുന്നത്. ഏതെങ്കിലും വിധേയനെ ദേവികയുടെ പിണക്കം മാറ്റാനും തെറ്റിദ്ധാരണ പറഞ്ഞ് മനസ്സിലാക്കാനും നന്ദനാണെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ദേവിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ശാരികയും രാധികയും മാധവനും ഒക്കെ തക്ക മറുപടി നന്ദന് കൊടുക്കുന്നു. ഇത്രയും വലിയൊരു ചതി എൻ്റെ മോളോട് നന്ദൻ കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും നന്ദൻ ഈ ചെയ്തത് ഒരു വല്ലാത്ത വിശ്വാസവഞ്ചനയായിപ്പോയി. നന്ദനെ മാത്രം സ്നേഹിച്ച് ഇറങ്ങി വന്നൊരു പെൺകുട്ടിയല്ലായിരുന്നു ദേവിക. എന്തുമാത്രം വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ നിന്നു. എന്നിട്ട് ഇങ്ങനൊരു ചതി എൻ്റെ മോളോട് കാണിക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിച്ച് രാധിക പൊട്ടിക്കരയുമ്പോൾ അമ്മയൊക്കെ തെറ്റിദ്ധരിക്കുവാണ്. അമ്മ വിചാരിക്കുന്നത് പോലെ ഞാനും ഇസബല്ലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്ക് ദേവിയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ദേവിയുടെ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയുമ്പം ശാരിക ചോദിക്കുന്നു, എന്നിട്ടാണോ ഹോട്ടൽ റൂമിൽ ഒരുമിച്ച് റൂമെടുത്ത് ഭാര്യയെയും വീട്ടുകാരെയും അറിയിക്കാതെ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് നിന്നത്? അതൊന്നും ആർക്കും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നന്ദുവേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചേച്ചിന്ന് മറയ്ക്കുന്നുണ്ട്. ചേച്ചി ഒരു MLA, അത് മറക്കണ്ട. ചേച്ചിയുടെ അധികാരം സ്വാധീനം ഉപയോഗിച്ച് തീർച്ചയായിട്ടും നന്ദുവേട്ടൻ മറയ്ക്കുന്ന ആ രഹസ്യം കണ്ടെത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ നന്ദേട്ടനെ കണ്ടെത്തിയതുപോലെ. എന്തൊക്കെ പറഞ്ഞാലും നന്ദേട്ടൻ മുൻ MLA സിദ്ധാർത്ഥൻ സാറിൻ്റെ മകനല്ലേ. ഒരു ഫയൽ നഷ്ടമായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മറ്റാരേക്കായും വ്യക്തമായിട്ട് അറിയാവുന്ന നന്ദേട്ടൻ എന്തുകൊണ്ട് ചേച്ചിയോട് ഇത്രയും വലിയ വിശ്വാസവഞ്ചന കാണിച്ചു? ഇതിനു വേണ്ടി എത്ര പണമാണ് നന്ദേട്ടൻ സ്വന്തമാക്കിയത്? ആരുടെ കയ്യിൽ നിന്നാണ് പണം മേടിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ ശാരി, ചുമ്മാ ഇല്ലാ കഥകളൊന്നും പറയരുത്. ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല. സംശയമുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാമല്ലോ. അതിന് ആരാ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യിക്കുക? അല്ലാതെ മേടിച്ചിട്ടുണ്ടാകും. പിന്നല്ലെങ്കിൽ നന്ദേട്ടൻ എന്തിനെൻ്റെ ചേച്ചിയെ ചതിച്ചു? അത് തുറന്നു പറ. അത് പറയുമ്പോഴത്തേക്കും നന്ദന് ഉത്തരമില്ലാതെ നിൽക്കുന്നു. അപ്പം മാധവൻ പറയുന്നു, മോളെ നീ മിണ്ടാതിരിക്കുക. ദേവിക മോൾ ഇപ്പോൾ ഇവിടെ ഇല്ല. ദേവിക മോൾ വരുമ്പോൾ പറയാം. അവളൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിരിക്കുക. എന്തായാലും എൻ്റെ ചേച്ചിക്കും കൂടുതലൊന്നും നന്ദേട്ടനോട് സംസാരിക്കാനുണ്ടാകില്ല. ചേച്ചി ഉറച്ച തീരുമാനം എടുത്തിരിക്കുക. നന്ദേട്ടൻ എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്താൽ മതി എന്ന് ശാരിക പറയുന്നത് കേട്ടിട്ട് സങ്കടത്തോടെ നന്ദനാണെങ്കിൽ മറുത്തൊന്നും പറയാതെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇത്രയും ദിവസം സ്നേഹത്തോടും സന്തോഷത്തോടും നടന്ന നന്ദനെയല്ല ഇപ്പോൾ ഇസബല്ലയും കെവിനും ഋഷിയൊക്കെ ആയാലും കാണുന്നത്. നന്ദൻ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സങ്കടം കൊണ്ട് എന്ത് വേണം എന്നറിയാൻ വയ്യാത്ത വിഷമത്തിൽ ഇപ്പോൾ കെവിനെയോ അല്ലെങ്കിൽ ഇസബല്ലയോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന പോലുമില്ല. എപ്പോഴും റൂമിൽ തന്നെ അടച്ചു മൂടിയിരിക്കുന്നു. സങ്കടത്തോടെ ചന്ദ്രോത്തേക്ക് കയറി വന്ന നന്ദനെ ഞെട്ടിച്ചുകൊണ്ട് ബന്ധമൊഴിയാനുള്ള പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നന്ദനും ദേവികയും സൈൻ ചെയ്താൽ മാത്രം മതിയെന്ന് ഒരു വക്കീൽ വിളിച്ച് നന്ദനെ അറിയിക്കുമ്പോഴത്തേക്കും ആകെ മനസ്സ് തകർന്ന്
പൊട്ടിക്കരയുന്നുണ്ട് പ്രഭാവതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നന്ദൻ. ഞാൻ ദേവികയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയതാണെന്നും അവർക്ക് ആർക്കും എന്നെ വിശ്വാസമില്ല. ഞാനും ബെല്ലയും തമ്മിൽ അവിഹിത ബന്ധത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. മാത്രമല്ല ബന്ധമൊഴിയാൻ പേപ്പർ വർക്കുകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, വന്ന് സൈൻ ചെയ്താൽ മതിയെന്ന് ഒരു വക്കീലും വിളിച്ചു പറഞ്ഞു. ദേവികയില്ലാത്ത ഒരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. ദേവികയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരുന്നിട്ട് കാര്യം എന്നൊക്കെ സങ്കടത്തോടെ കരഞ്ഞ് നന്ദനാണെങ്കിൽ റൂമിൽ കയറി കതക് അടയ്ക്കുന്നുണ്ട്. അതോടെ പ്രഭാവതിക്ക് പേടിയാകുന്നു. ഇനി നന്ദൻ എന്തെങ്കിലും അവിവേകം കാണിക്കാനാണോ റൂമിൽ കയറി കതക് അടച്ചത്? മോനെ, നീ സങ്കടപ്പെടേണ്ട, നമുക്കെല്ലാ സത്യവും ദേവികയോട് തന്നെ തുറന്നു പറയാം. നീ ഡോറ് തുറക്കെന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്ന പ്രഭാവതിയുടെ മുന്നിലേക്ക് ഡോറ് തുറന്ന് നന്ദൻ വന്ന് പറയുന്നുണ്ട്. എനിക്ക് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും പ്രായശ്ചിത്തം നേടണം. ആദ്യം അരുന്ധതി മേഡത്തിനെ കണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയണം. മാത്രമല്ല, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ ഏറ്റുവാങ്ങണം. സ്റ്റേഷനിൽ പോയി ഋഷിയെ കൊലപ്പെടുത്തിയത് ഞാനാണെന്നുള്ള സത്യം തുറന്നു പറയാൻ പോകുക. അമ്മ എന്നോട് പൊറുക്കണം. ഒരുപാട് മാനക്കേട് ചന്ദ്രോത്ത് വീട്ടിന് ഞാൻ കാരണം ഉണ്ടാകും, അതെനിക്കറിയാം. പക്ഷേ ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ ഒന്ന് ജീവിക്കണം. ദേവിക എന്നെ മനസ്സിലാക്കണം. അതിനെൻ്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ മടി കാണിച്ചതിൻ്റെ പുറത്തല്ലേ ഇത്രയധികം പ്രശ്നങ്ങൾ പിന്നീടുണ്ടായത്. ഇനി അങ്ങനെ പാടില്ല എന്നും പറഞ്ഞ് നന്ദൻ ഉറച്ച തീരുമാനം എടുക്കുന്നു. അത് കേട്ട് പ്രഭാവതി തടയാൻ ശ്രമിക്കുന്നെങ്കിലും നന്ദൻ്റെ തീരുമാനം ഉറച്ചത് തന്നെയാണ്. തെറ്റേറ്റു പറഞ്ഞ് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള നന്ദൻ്റെ തീരുമാനത്തിന് മുമ്പിൽ പ്രഭാവതിക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്ന